ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ബിഗ് ബോസ് സീസൺ 7 അഞ്ചാമത്തെ എപ്പിസോഡിന്റെ റോസ്റ്റിംഗ് ആണ് സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ. ആൻഡ് നമ്മുടെ മെയിൻ ചാനലായിട്ടുള്ള സാത്താൻ 321 നമ്മുടെ ഈ ബിഗ് ബോസിന്റെ എപ്പിസോഡിന്റെ റോസ്റ്റിംഗ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ലാസ്റ്റ് വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു റോസ്റ്റിംഗ് പരിപാടിയൊക്കെ ഒന്ന് ഷട്ട് ഡൗൺ ചെയ്ത് നിർത്തുകയാണെന്നുള്ള രീതിയിലൊക്കെ. അതിന്റെ കാരണം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോ കണ്ടതിൽ പല ആൾക്കാരുമാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രോ റോസ്റ്റിംഗ് വീഡിയോസ് നിർത്തരുത് എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു ചാനലിലേക്ക് വിടുക, നമ്മുടെ മെയിൻ ചാനലിൽ ഇടാത്തതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പം നമ്മുടെ ആ ഒരു ചാനൽ ബാക്ക് ടു നോർമൽ ആയതിനു ശേഷമായിരിക്കും ഈ എപ്പിസോഡിന്റെ റോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ അവിടേക്ക് അപ്ലോഡ് ചെയ്യുക. അതുവരെ നമ്മൾ ഇവിടെ തന്നെ കാണും പിള്ളേരെ. അപ്പം ഇന്നത്തെ എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ആദ്യം തന്നെ അറിയേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ രേണുസുധീനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കിയ സംഭവം നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമസ്കാരം, ഞാൻ രേണുസുധിയാണ്. നമ്മുടെ രേണുസുധി അല്ലേ ഇതിപ്പോ ഹൗസിന് വെളിയിൽ ചാടി? ഒന്നും മനസ്സിലാവണില്ലല്ലോ അങ്ങോട്ട്. ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ. സുധിച്ചേട്ടനെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ വോട്ടും വേണമല്ലേ? അങ്ങനൊന്നും അല്ലല്ലോ നേരത്തെ ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ സുധിച്ചേട്ടൻ്റെ തണലല്ല പിള്ളേരെ ഞാൻ താമസിക്കണേ എന്ന് പറഞ്ഞേക്കുന്ന നമ്മുടെ രേണുസുധിയാണ്. പക്ഷേ ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ പോയപ്പോഴത്തേക്കിന് സുധിച്ചേട്ടനെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ വോട്ട് കൂടി എനിക്ക് എല്ലാവരും തരണം, ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നുള്ള രീതിയിലാണ് നമ്മുടെ രേണുസുധി പറയുന്നത്. എനിക്ക് ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അല്ല, ഞാൻ അറിയാൻ പറ്റത്തുള്ളൊരു കാര്യം ചോദിക്കട്ടെ, ഇതൊക്കെ എപ്പോ ഹൗസിന് വെളിയിൽ ഇതിൻ്റെ ഇടയ്ക്ക് ചാടിയാ സംഭവം എന്താണെന്നറിയോ? ഇത് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വീഡിയോ എടുത്ത് വെച്ചേക്കാണ്. ഓരോ എപ്പിസോഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോ വീക്കിലും വേണ്ടിയിട്ട് ഓരോ വീഡിയോസ് ഇങ്ങനെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഏതൊക്കെ വീക്കിലാണോ എലിമിനേഷനിൽ വരുന്നത് അല്ലെങ്കിൽ നോമിനേഷനിൽ വരുന്നത് ആ ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നിട്ട് കറക്റ്റ് ടൈം ആകുമ്പോഴത്തേക്കും ഇവർ നേരെ അപ്ലോഡ് ചെയ്യും. എന്നിട്ട് നമ്മുടെ സുധിച്ചേണ്ട പേര് അവിടെ മെയിനാണ്, അത് ഹൈലൈറ്റ് ചെയ്യണം. സെന്റിമെന്റ്സ് കാർഡ് ഇറക്കണമല്ലോ, വിധവ കാർഡ്, ആധാർ കാർഡ്, ATM കാർഡ്, അങ്ങനെ കുറേ കാർഡുകൾ കഴിഞ്ഞ ദിവസം ഇവർ ഇറക്കിയിട്ടുള്ളതായിരുന്നു. ഇനി എന്തായാലും നമുക്ക് ഹൗസിനുള്ളിലോട്ട് പോകാം. അച്ചോടാ, ശൈത്യ റെഡ് സോണിൽ കൊണ്ട് എത്തിക്കുന്നതിന് തൊട്ട് മുന്നേയായിട്ട് അവിടെ എണീച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രാവിലത്തെ പ്രൊമോയിൽ നമ്മുടെ വലിയ മുതലാളി പൊലിപ്പിച്ച് കയറ്റി വെച്ചേക്കാണ്. ഇതിൽ നിന്ന് നമ്മളെന്ത് മനസ്സിലാക്കണം? സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് മാത്തൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ തന്നെ പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും എടുത്ത സാധനം എടുത്തിട്ട് തന്നെ നിങ്ങൾ തിരിച്ചുകൊണ്ട് വെച്ചോട്ടെ. ആണ്, ഡിസിപ്ലിൻ ഉള്ള പിള്ളേരാണ് കേട്ടോ. കാര്യം എടുത്ത സാധനം എടുത്തിടത്ത് തന്നെ തിരിച്ചു വെക്കാനുള്ള മര്യാദ അവർക്കുണ്ട്. എല്ലാവരേക്കാൾ കൂടുതൽ നിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിന്നെ ഞാൻ അടുപ്പിക്കില്ല. അല്ല, ഇതെന്തുവാ ഇവിടെ? നിന്നെ മറ്റാരെക്കാട്ടി നന്നായിട്ട് ഞാൻ മനസ്സിലാക്കണം. അനീഷ് പറയാണ് ഷാനവാസിനെ കുറിച്ചിട്ട്, എന്നെ വിടടാ, എടാ വിടടാ എന്നെ. ഇപ്പൊ ഞാൻ പറയുന്നു, എന്റെ ശരീരത്തിൽ നിന്ന് വിട്, എന്റെ ശരീരത്തിൽ നിന്ന് വിടാൻ എനിക്ക് വിടടാ, എന്റെ ശരീരത്തിൽ നിന്ന് എടാ വിടടാ, എന്നെ വിടടാ. ഇവര് മഴവില്ലഴകിൽ നിറഞ്ഞു നിൽക്കുകയാണോ ബിഗ് ബോസ് ഹൗസിനകത്ത്? ഇവരെല്ലാരും കൂടെ കുറെ എണ്ണങ്ങളുണ്ട്. എന്റെ പെർമിഷൻ ഉള്ള സമയത്ത് മാത്രം എന്റെ ശരീരത്തിൽ ടച്ച് ചെയ്യുക, അതർവൈസ് സ്റ്റേ അവേ ഫ്രം മീ. സ്റ്റേ അവേ? ഇത് ഇയാളുടെ അല്ല, ഇത് വേറൊരാളുടെയാണ്. പിന്നെ എന്റെ പെർമിഷൻ ഇല്ലാതെ തൊടാൻ പാടില്ല, പെർമിഷൻ ഉള്ളപ്പോൾ മാത്രമേ തൊടാൻ പാടുള്ളൂ. അല്ല, അപ്പൊ നിങ്ങൾ അങ്ങനെ തൊടാനെ കൊണ്ട് പെർമിഷൻ കൊടുക്കാറുണ്ട്? ഇവിടെ ഫുള്ള് വിഷ്വൽ കേട്ടോ. നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് ഈ ഒരു വിഷ്വൽ കാണാത്തതെന്ന് നിങ്ങളൊന്ന് കേട്ട് നോക്കി, എല്ലാം വേറെയാണെന്നേ. അശോ, ഇന്നത്തെ ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം ഇവരങ്ങ് കിടന്ന് മെഴുകാണ്. ഇതിനകത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറേ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. പക്ഷെ ലൈവ് കണ്ടവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ അക്ബർ ഖാൻ ആണെങ്കിൽ രേണുസുധീനെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതിൻ്റെ പേരിൽ ക്യാമറയുടെ മുന്നിലല്ലാതെ നേരിട്ട് പോയിട്ട് ക്ഷമ ചോദിച്ചേക്കുന്ന കാര്യങ്ങളുണ്ട്. സ്വന്തം അമ്മേനെ സത്യം ചെയ്ത ആ ഒരു രീതിയിലൊക്കെ ക്ഷമ ചോദിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിനെപ്പറ്റിയിട്ട് പിന്നീട് കുറേ ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ രേണുസുധി ഒരു തരത്തിലും വിട്ടുകൊടുക്കുന്നില്ല. ഇതിനകത്താണെങ്കിൽ പിടിച്ചുകൊണ്ട് വിധവാ കാർഡ്, ആധാർ കാർഡ്, പിന്നെ സിംഗിൾ മദർ കാർഡ്, റേഷൻ കാർഡ് എന്ന് വേണ്ട സകലമാന കാർഡുകൾ ഇവിടെ ഇറക്കുന്നുണ്ട്. അതാണ് സ്ത്രീത്വത്തെ അപമാനിച്ചാണ്. അല്ല, സ്ത്രീത്വത്തെ അപമാനിക്കലല്ലോ, രേണുസുധീനെ അല്ലേ ഇവിടെ അക്ബർ ഖാൻ അപമാനിച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ വേണ്ട ചേച്ചി പറയാനെ കൊണ്ട്. പക്ഷെ ചേച്ചി അങ്ങനെ പറയൂല. സെന്റിമെന്റ്സ് കിട്ടണമല്ലോ, സ്ത്രീകളുടെ വോട്ട് കിട്ടണമല്ലോ. ബുദ്ധിയെ ഏതൊക്കെയോ പിയർ നല്ല രീതിയിൽ അടിച്ചേറ്റി വിട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അക്ബർ അതിന്റെ ആവശ്യമുള്ളൂ. നമ്മൾ കൊടുത്ത സോറി തിരിച്ചു വാങ്ങുക. കാര്യം അവർക്ക് അതിനുള്ള അർഹതയില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇനി തിരിച്ചു വാങ്ങുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം രേണുസുധി നീ അങ്ങനെ വാങ്ങണ്ട. അല്ല, അപ്പൊ നിങ്ങൾ വാങ്ങിച്ച് മടിയിൽ കെട്ടിപ്പൂട്ടി വെക്കാനെ കൊണ്ടിരിക്കുകയാണോ? സോറി, കേരളത്തിലെ സ്ത്രീകളുടെ മൊത്തം അട്ടിപ്പറാവകാശം രേണുസുധി എടുക്കണ്ട.
അവിടെ കിടന്ന് വലിച്ചു കീറുക, കച്ചറ വർത്താനമാണ് ഇവിടെ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണേ. എന്നിട്ട് ഇവര് ലൈവിനകത്ത് വേറെ കുറച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഈ സെപ്റ്റി ടാങ്കുമായിട്ട് വെച്ചിട്ട് ഞാനിങ്ങനെ ആലോചിച്ചടെ, ഇവര് ഈ വാഗുണ്ടല്ലേ ഇവിടെ ചോറുണ്ണുന്നത്, ഇവർക്ക് എങ്ങനെയാണ് ഈ വാഗുണ്ട് ഈ രീതിയിലുള്ള വർത്താനങ്ങൾ പറയാൻ കഴിയുന്നത്? ഓ, ലൈവ് കണ്ടിട്ടുള്ളവർക്കറിയാം. ഇതിൻ്റെ ഇടയിൽ മറ്റേ നമ്മുടെ അനിമോളും അക്ബർ ഖാനും കൂടെ വഴക്കുണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇവർ വന്നത്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷാനവാസും അനുമോളും തമ്മിൽ ഈ പറയുന്ന പോലെ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ളൊരു ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ട് അതിനെ പറ്റിയിട്ട് ചോദ്യം ചെയ്തുകൊണ്ടാണ് അക്ബർ ഖാൻ വരുന്നത്. ഈ ടോക്കിനിടയിലാണ് രേണുസുതി ഇതിൻ്റെ ഇടയ്ക്കോട്ട് കയറിയിട്ട് മുള്ളംപന്നിന്ന് വിളിക്കുന്ന പോലെ അല്ല സെപ്റ്റി ടാങ്ക് എന്ന് വിളിക്കുന്ന പറഞ്ഞ് അങ്ങനെയാണ് കേട്ടിരുന്നത്. വേറെ കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ ഇവിടെ. കുറച്ച് ദിവസമായില്ലേ വാഴ പോലെ ആണെങ്കിൽ ചടഞ്ഞുകൂടി കിടക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ? അതാണ് ഓരോ വിധവകൾക്കും വേണ്ടിയിട്ട് ഞാൻ എടുക്കും, ഓരോ വിധവകൾക്ക് വേണ്ടി. ഇതെന്തുവാ ഇത്? ആഘോഷമാണോ, ഡാൻസ് ആണോ? കയ്യൊക്കെ കറക്കിയിട്ട് ഓരോ വിധവകൾക്കും വേണ്ടിയിട്ട്. ഞാൻ ഇതൊരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു വേറെ ആരോ വീഡിയോയിൽ, അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ ക്ലിപ്പിങ്സ് വന്ന വീഡിയോയുടെ താഴെ ഞാൻ തോന്നുന്നു. ഒരു ചേച്ചി എന്തോട്ടേക്കുന്നതാണ്, ഞാൻ 12 വർഷമായിട്ട് വിധവയാണ്, എനിക്ക് 2 മക്കളുണ്ട്, അവരെ മാന്യമായിട്ട് തന്നെ നോക്കി ഞാൻ ജീവിക്കുന്നുണ്ട്, എവിടെയും വന്നിട്ട് ഈ രീതിയിലുള്ള വർത്തമാനങ്ങൾ ഞങ്ങൾ സംസാരിക്കാറുമില്ല. എന്തായാലും ഈ പറയുന്ന വിധവകളിൽ ഞാനില്ല എന്നുള്ളതിൽ പല ആൾക്കാരും പറയുന്ന കമന്റുകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. വിധവകൾക്ക് വേണ്ടിയിട്ട് വന്നെയാണെന്ന് പോലും പറ്റിയും പറഞ്ഞിട്ടില്ല, വിധവകളെ പറ്റിയും പറഞ്ഞിട്ടില്ല. ചേച്ചിക്കാണ് ഈ പേരിട്ട്, അപ്പൊ ചേച്ചിക്ക് വേണ്ടിയാണ് പ്രതികരിക്കേണ്ടത്. സംഭവം നമ്മുടെ അനുമോൾ ഒരു കുണുവാവയാണെങ്കിലും പറഞ്ഞത് കാര്യമാണ്. പക്ഷെ ആരുടെ അടുത്ത് ഈ പറഞ്ഞു കൊടുക്കുന്നത്? ഇതിലേക്കൂടെ കേട്ട് ഇതിലേക്കൂടെ ഇറങ്ങുകയല്ലേ നമ്മുടെ രേണുസുതിയുടെ. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടങ്ങ് ഇറക്കണ്ട. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വലിയ മുതലാളി ഇവർക്ക് എല്ലാവർക്കും ഒരു ടാസ്ക് കൊടുക്കുകയാണ്. ഇവരുടെ കയ്യിൽ ഒരു ബാഡ്ജ് ഉണ്ടല്ലോ, മറ്റേ റാങ്ക് ചെയ്ത് കൊടുത്തേക്കുന്ന മറ്റേ ഡ്രസ്സൊക്കെ വേണമെങ്കിൽ ഒരു കയ്യിൽ കെട്ടി കൊടുത്തേക്കുന്ന ബാഡ്ജ് ഇല്ലേ, അപ്പോൾ ഈ ബാഡ്ജ് തിരിച്ച് വാങ്ങാനെ കൊണ്ടുള്ള ഒരു ടാസ്ക് ആണ് കൊടുത്തേക്കുന്നത്. ഒരു ഡിബേറ്റ് പോലത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ ബാഡ്ജ് കയ്യിലുള്ള ആൾക്കാർ നിന്നിട്ട് എന്തുകൊണ്ട് ഞാൻ അത് ഇനിയും കണ്ടിന്യൂ ആയിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വാദിക്കുകയും, ഇതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണെങ്കിൽ 3 പേരെ വേറെ സെലക്ട് ചെയ്യും. ആ 3 പേരാണെങ്കിൽ ഇത് എനിക്കാണ് സത്യത്തിൽ കിട്ടേണ്ടത്, എനിക്കത് കിട്ടാനുള്ള അർഹത എന്നുകൂടി പറയുന്ന ഒരു ഡിബേറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഈ ടാസ്കിന്റെ ഇടയിൽ അവസാനം ഒരു സാധനം കൂടെ ആണെങ്കിൽ നമ്മുടെ അനീഷ് കുട്ടാപ്പി വായിക്കുന്നുണ്ട്, അത് ഞാൻ ഇങ്ങോട്ട് നോക്കാം. അടുത്ത 72 മണിക്കൂറിലേക്ക് ഇത് സ്വന്തമായിരിക്കും. ഇനി എന്റെ മനസ്സ് മാറുമോ എന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതായത് നമ്മുടെ വലിയ മുതലാളിയുടെ മനസ്സ് അവസാനം മാറുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്ന്. 7ന്റെ പണിയാന്നും പറഞ്ഞുകൊണ്ട് ഡബിൾ സ്റ്റാൻഡ്, ട്രിപ്പിൾ സ്റ്റാൻഡ്, ബെസ്റ്റ് സ്റ്റാൻഡ്, അങ്ങനെ സകലമാന സ്റ്റാൻഡുകളുമാണ് ഇവിടെ നമ്മുടെ വലിയ മുതലാളി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഒരു നിലപാടില്ലല്ലേ? പിന്നെ ഒരു കാര്യമുണ്ട്, 7ന്റെ പണിയാണെന്ന് പറഞ്ഞാൽ എന്തും കാണിക്കാമല്ലോ. പക്ഷെ അതിൽ ഞാൻ തെറ്റി പറഞ്ഞില്ല കേട്ടോ. കാര്യം ഇത്രയും വാഴകളെ വെച്ചിട്ട് നിങ്ങളൊരു ഗെയിം കളിക്കുമ്പോഴത്തേക്കിന് അവർ തന്നെ ഫുള്ള് നാടകം കളിക്കുമ്പോഴത്തേക്കിന് ഇങ്ങനെ നിങ്ങളൊരു ടാസ്ക് ഇറക്കുന്നത് നിങ്ങളുടേതായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുന്നത് വളരെ നല്ല തന്നെയാണ്. കാര്യം അതുകൊണ്ടാണല്ലോ അനീഷ് ഇപ്പം ക്യാപ്റ്റനായിട്ട് കയറിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ ആഴ്ച കണ്ടന്റ് ഇത്രയും കൊടുത്തുകൊണ്ടിരുന്ന അനീഷിനെ ഇവരെല്ലാവരും കൂടെ ചവിട്ടി പുറത്താക്കത്തില്ലായിരുന്നു. അത് നല്ലൊരു പരിപാടി തന്നെയാണ്. പിന്നെ ഇന്നത്തെ ഈ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ലാലേട്ടൻ വന്നിട്ട് ഈ എലിമിനേഷൻ നിൽക്കുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ നോമിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യണമല്ലോ പ്രേക്ഷകർ. അപ്പോൾ ഈ പ്രേക്ഷകർ വോട്ട് ചെയ്യുമ്പോഴത്തേക്കിന് കൃത്യമായിട്ട് PR വർക്ക് ചെയ്ത് അതിൽ ഭ്രമം മൂക്കാതെ, അല്ലെങ്കിൽ ഓരോ ആർമികൾ കണ്ടിട്ടാണെങ്കിൽ അതിൽ ഭ്രമം മൂക്കാതെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കണ്ടന്റ് കൃത്യമായിട്ട് കൊടുക്കുന്ന ആളുകൾക്ക് മാത്രം വോട്ട് ചെയ്യുക. കുറേ മരപ്പാഴകളുണ്ട്, അവർക്ക് വോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ള രീതിയിൽ തന്നെ ലാലേട്ടൻ തന്നെ വന്ന് പ്രൊമോയിൽ പറയുന്നുണ്ട്. എന്നിട്ടൊരു സവാരി ഗിരിഗിരികൾ അടിക്കുന്നുണ്ട്. ലാലേട്ടനെ വെച്ചിട്ടുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഒരു സിനിമയുടെ ഒരു എന്താ പറയുക, ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 കൊണ്ട് ഇവർ ഉദ്ദേശിച്ചത്. കാര്യം ലാലേട്ടൻ ഭയങ്കര മാസഡേ. അപ്പോൾ ഈ ടാസ്കിൽ ആദ്യം തന്നെ പങ്കെടുക്കുന്ന നമ്മുടെ ജിസിലും നെവിനും കൂടെയാണ്. ജിസിലും വന്നിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ കാലയിൽ ചോര മുറിഞ്ഞു, മറ്റേത് മുറിഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അതിൽ കുറച്ച് ഭാഗം ഒന്ന് കേൾക്കാം. മുട്ടിൽ മൊത്തം ബ്ലഡ് വന്നിട്ട് അത് എല്ലാ സാക്രിഫൈസ് ഞാൻ ചെയ്ത്, അതെ, മുട്ടിൽ കുറച്ച് ബ്ലഡ് വന്നിട്ട് ഞാൻ സാക്രിഫൈസ് ചെയ്തു എന്നുള്ളതാണ് ജിസിൽ ബേബി പറയുന്നത്. ജിസിൽ ബേബിക്ക് അതുകൊണ്ട് ഇത് കിട്ടണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ തൊട്ടിപ്പുറത്ത് വന്നിട്ട് നെവിൻ അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. നെവിൻ പറയുന്ന കാര്യങ്ങളോട് നമുക്ക് കേൾക്കാം. ഒരു രീതിയിലുള്ള മാച്ചില്ലാത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ എന്റെ കോൺഫിഡൻസിനാണ് അത് ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പൊട്ടൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല നിങ്ങളുടെ കോൺഫിഡൻസ് കളയാൻ വേണ്ടിയാണ് അതുകൊണ്ട് കളഞ്ഞേക്കുന്നത് എന്നുള്ളത്. കാര്യം ഇത്രയും വലിയൊരു ഷോയിൽ, ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു ഷോയിൽ നിങ്ങൾ മേക്കപ്പ് ഇട്ട് നല്ലൊരു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നിൽക്കാനെ കൊണ്ട് ഏതൊരാൾക്കും ആഗ്രഹം ഉണ്ടായിരിക്കും, എത്ര വലിയ മരപ്പാഴാണെന്ന് പറഞ്ഞാൽ കൂടി. അപ്പം ആ ഒരു സാധനത്തെ മാറ്റിക്കളയാന്ന് പറയുമ്പോൾ നിങ്ങൾ ജന്മത്തിൽ പോലും ഇത് ആരും വിചാരിച്ചിട്ടില്ലാത്തൊരു ടെസ്റ്റായിരുന്നു നമ്മുടെ വലിയ മുതലാളി കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത് ആ ഒരു കോൺഫിഡൻസ് ബ്രേക്ക് ചെയ്ത് അങ്ങനത്തെ ഈ സാധനം വന്നുകൊണ്ട് മാത്രമാണ് ഈ നെവിനാണെങ്കിൽ പോലും ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഇത്രയും പൊളിഞ്ഞിട്ട് തൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഗെയിം പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് കാണിച്ച് കൂട്ടുന്നത്? സംഭവം നമ്മുടെ റിയാസ് സലീമിന്റെ വേറൊരു ലൈറ്റ് വേർഷൻ ആണെങ്കിലും റിയാസ് സലീമിനോട്ട് അന്നത്തെ അത്രയും വെറുപ്പീരോ കാര്യങ്ങളൊന്നും അല്ല. കുറച്ച് എന്റർടൈനിങ് ആക്കാനെ കൊണ്ടൊക്കെ ആളെയും ശ്രമിക്കുന്നുണ്ട്, മനഃപൂർവ്വം ശ്രമിക്കുന്നില്ല. നാച്ചുറലി മറ്റേ അന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഈ ഒരു ലോഞ്ച് എപ്പിസോഡിന് ഇവരുടെ ഒരു പ്രൊമോ വരില്ല, ഇവരുടെ സെപ്പറേറ്റ് ഒരു സാധനത്തിനകത്ത്. അതിനകത്ത് വന്നിട്ടാണെങ്കിൽ
ഞാൻ ഹൗസിനകത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും കയറി മാന്തും. എങ്ങനെയാ? മ്യാവ്. ആ മ്യാവിന്റെ ബാക്കി കേൾക്കാം. ഇവിടെ മുറിഞ്ഞു അവിടെ മുറിഞ്ഞു ഞാൻ കാണിച്ചില്ല. കാരണം ഞാൻ ഇവിടെ ചോര ചീന്തുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് വന്നേക്കുന്നതെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധം എനിക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു ചോരക്കാട് ഞാൻ എടുത്തില്ല. ഇപ്പൊ നാണ്ട് പുതിയൊരു കാർഡുണ്ട്, ഈ ചോരക്കാട്. അതിൻ്റെ കൂടെ ഒരു കുറവുള്ളായിരുന്നു. ഇതൊക്കെ പുതുമയുള്ള സാധനങ്ങളാണ് കേട്ടോ ഈ വരുന്നത്. ചോരക്കാട്, മറ്റേക്കാട്, മറിച്ചക്കാട് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഈ ചോര ചീന്തുന്ന പ്രോഗ്രാം എന്ന് പറയാനൊക്കെ ഉണ്ട്. നിങ്ങൾ എന്ത് ഇറച്ചി വെട്ടാനെ കൊണ്ടാണോ നിങ്ങൾ ബിഗ് ബോസ് ഹൗസിലോട്ട് വന്നത്? ചോര ചീന്താനെ കൊണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എന്നാണെങ്കിലും ഈ ഒരു ഡിബേറ്റ് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പിന്നീട് ശാരികേച്ചിയും ആദില നോറയും തമ്മിലാണ് ഡിബേറ്റ് നടത്തുന്നത്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒനിയൽ സാബുവും ആര്യൻ കത്തൂരിയും കൂടെ തന്നെയാണ് ഡിബേറ്റ് നടത്തുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഡിബേറ്റിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് നെവിനാണ്. ജിസിലിന്റെ കയ്യിൽ നിന്ന് ആ ഒരു ബാഡ്ജ് പോയി. ഇനിയിപ്പം ബിഗ് ബോസ് കൊടുക്കുന്ന, നമ്മുടെ വലിയ മുതലാളി കൊടുക്കുന്ന യൂണിഫോം ഇട്ടേ പറ്റുള്ളൂ. ഇത്രയും മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് അടിഞ്ഞൊരുക്കി നിന്നേക്കുന്ന ഒരു ജിസിലായിരുന്നേ. ഇനി ജിസിലിന്റെ ആണെങ്കിൽ കോൺഫിഡൻസ് ഒക്കെ പോയിട്ട് ഉള്ളിലുള്ള കളികളൊക്കെ പുറത്തോട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് വേറെ കോമഡി നടന്നു കേട്ടോ. അനീഷ് ഇതൊക്കെ വായിക്കല്ലേ. സ്ഥാനാർത്ഥിക്കും അഭിനന്ദനങ്ങൾ. നെവിൻ അച്ചോടോ ആ കഷ്ടം ആരും കണ്ടില്ല. നൈസായിട്ട് തൂത്തിട്ട് സൈഡിലോട്ട് അങ്ങോട്ട് മാറിയിരുന്നു. അങ്ങനെ നമ്മുടെ അനീഷ ആണെങ്കിൽ അനീഷ് കുട്ടാപ്പി നമ്മുടെ ബേസിൽ ഒരു യൂണിവേഴ്സിലോട്ട് കടന്നിരിക്കുകയാണ്. ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് അങ്ങനെ തള്ളി മാറ്റിയാണ് നമ്മുടെ ജിസിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ശാരികേച്ചിയും ആദില നോറയും തമ്മിലുള്ളതാണെങ്കിൽ ആ ഒരു ഡിബേറ്റിൽ ആദില നോറ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. ആര്യൻ കത്തൂരിയെയും ഒനിയൽ സാബുവും തമ്മിലുള്ള ഡിബേറ്റിൽ ആര്യൻ കത്തൂരിയെ വിജയിച്ചുകൊണ്ട് അയാളുടെ കയ്യിലിരിക്കുന്ന ഒരു ബാഡ്ജ് അങ്ങനെ നിലനിർത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കൾ. എന്തായാലും ഈ ഒരു ടാസ്കിന് ശേഷമാണെങ്കിൽ നല്ല രീതിയിൽ ജിസിലിനാണെങ്കിൽ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ആ പൊട്ടി പൊളിഞ്ഞതിന് ശേഷമുള്ള പൊട്ടിത്തെറികൾ നമുക്ക് കാണാൻ സുഹൃത്തുക്കളെ. മതിയാലും നിങ്ങൾക്ക് എന്നാ കുശുമ്പാണ്. ആന്നേ, എല്ലാവർക്കും എന്നോട് ഭയങ്കര കുശുമ്പാന്നേ. ഞാൻ ഇങ്ങനെ മേക്കപ്പ് ഇട്ട് നടക്കുന്ന കണ്ടിട്ട് എല്ലാവർക്കും എന്നോട് ഭയങ്കര കുശുമ്പ എന്നൊക്കെയാണ് നമ്മുടെ ജിസിൽ ബേബി പറയുന്നത്. എനിക്ക് മലയാളം അറിയത്തില്ല, അപ്പൊ ഞാൻ എങ്ങനെ ഡിഫെൻഡ് ചെയ്യും? പക്ഷെ കഴിഞ്ഞ ദിവസം അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അപ്പൊ നീ ശരത്തിന്റെ അടുത്തൊക്കെ എനിക്ക് മലയാളം അറിയാം, ഞങ്ങൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടികളല്ല, ഞാനൊരു ഗുണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ജിസിൽ. പിന്നെ മലയാളം അറിയത്തില്ല എന്ന് പറയുന്നത് അതാണ്. തലയിൽ ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം? എന്തോ പ്രശ്നം എന്തോ? പാവം കൊച്ചിനെ ആ പേൻ കടിക്കാതിരിക്കും എടുത്ത് വെച്ചേക്കുന്ന സാധനമാണ്. നിങ്ങൾക്ക് എന്തോ പ്രശ്നം എന്തോ? മിഷേല് സത്യം പറഞ്ഞ ഈ ജിസിൽ എന്നുള്ള പറയുന്ന പേര് ഭയങ്കര പാടാണ്. എനിക്ക് തന്നെ ഇടക്കിടക്ക് നാക്കുളുക്കാണ്. എനിക്ക് ജിസിൽ എങ്ങനെ ജിസിൽ തക്കര, ഞാൻ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞാണ് നിന്നെ നമുക്ക് തക്കര വേണ്ട ചക്കര എന്ന് വിളിക്കുന്നത്. അപ്പം ചക്കരേനെ ആണെങ്കിൽ മിഷേൽ എന്ന് വിളിച്ചു. നീ അപ്പം നെവിനല്ലടാ, നീ കുവിനടാണ്. നിന്റെ ഈ ആൾക്കാരെ പോയി ഇങ്ങനെ ഉമ്മ വെച്ച് നല്ല അതൊക്കെ ശരിയാണ്. പക്ഷെ എനിക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ നല്ല ലെവലുണ്ട്. ആൾക്കാരെ പോയിട്ട് ഉമ്മ വെച്ചു എന്നാ? ഇതൊക്കെ എപ്പോ ലൈവിൽ എന്നിട്ട് നമ്മളിതൊന്നും കണ്ടില്ലല്ലോ. വലിയ മൊയിലാളി, നമ്മളോട് ഈ ചതി ചെയ്യരുത്. എനിക്കടുത്ത സീനൊക്കെ ഉണ്ട്, അതൊക്കെ വേണ്ടി ആദ്യം പുറത്തു വിടാനൊക്കെ ഉണ്ട്. എന്നാൽ ഇതൊന്നും പുറത്തു വിടാത്ത വലിയ മോശമായിട്ടോ. എന്റെ ബാൻഡ് വേണോ? ഞാൻ തിരിച്ചു തരാം. എനിക്ക് വേണ്ട. ഇത് തിരിച്ചു കൊടുക്കാമെന്നോ? നെവിനെ അങ്ങനൊന്നും അല്ലല്ലോ. അവിടെ കിടന്ന് കോരെ വാദിച്ച വ്യക്തിയാണ്. ഹൗസിനകത്ത് കയറി കഴിഞ്ഞാൽ ഞാൻ ഗർജിക്കുന്ന സിംഹമാണ് മ്യാവ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വ്യക്തി ഇപ്പൊ എന്നിട്ട് തിരിച്ചു കൊടുക്കാന്ന്. കഷ്ടമുണ്ടാവേ. ഒരു ദിവസം ഒരു ഡ്രസ്സ് ഇടാനായിട്ടുള്ള ഒരു ആഗ്രഹം ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഒരൊറ്റ ദിവസം ഡ്രസ്സ് ഇടാൻ കൊടുത്തൂടെ നമ്മുടെ വലിയ മുതലാളി? എല്ലാവരും വരും, എന്നെ വേണ്ട. ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്ക് എന്നെ വേണം. വേണ്ട. ഈ വേണ്ടെന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ വിചാരിക്കും ഓട്ടോ ഓപ്പോസിറ്റ് ആരാണ്ട് ഇരുന്നിട്ടാണെങ്കിൽ വലിയ സെന്റി അടിക്കാന്നുള്ള. അതൊന്നും അല്ലടേ. നമ്മുടെ വലിയ മുതലാളി ഇയാളുടെ നേരെ ഒരു ക്യാമറ തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യാമറയോടാണ് ഈ പറയുന്നത്. ഞാൻ മിണ്ടത്തില്ല, ഈ ക്യാമറയോട് ഞാൻ മിണ്ടത്തില്ല. പൊയ്ക്കോ. മിണ്ടരുത്, ഇനി മേലെ മിണ്ടരുത്. ഒരു ക്യാമറയോടും മിണ്ടരുത്. കാര്യം നമ്മുടെ നെവിനെ ആണെങ്കിൽ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആ ഒരു ക്യാമറ ഇറങ്ങി വന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അങ്ങനെയുള്ള ആ ക്യാമറ എടുത്ത് മിണ്ടേണ്ട ഒരാവശ്യമില്ലടി. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഇവർക്ക് എല്ലാവർക്കും കൂടെ അടുത്തൊരു ടാസ്ക് കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ടാസ്ക് ഇല്ലേ, എക്സാക്ട് അതേപോലത്തെ മറ്റൊരു ടാസ്ക്കാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ടാസ്കിൽ വിജയിച്ചിട്ടുള്ളത് അക്ബറും പിന്നെ അഭിലാഷുമാണ്. ഇതിനകത്ത് അക്ബറിന് കിട്ടിയേക്കുന്നത് ഡെസ്റ്റിനി ഇതും പിന്നീട് അഭിലാഷിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഗോൾഡൻ കോയിനുമാണ് കിട്ടിയിട്ടുള്ളത്. ഗോൾഡൻ കോയിനാണ് കല്ലാണ് അങ്ങനൊരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കിട്ടിയതിന് ശേഷമാണെങ്കിൽ അക്ബറിന് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഡെസ്റ്റിനി സംഭവമാണല്ലോ കിട്ടിയിരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വെളിയിലാണെങ്കിൽ 4 പേരാണല്ലോ അവിടെ കിടക്കുന്നത്. അവരെ പിടിച്ചിട്ട് നമുക്ക് പുറത്താക്കാൻ, ആ ഒരു റെഡ് ഇതിനകത്ത് അവരെ കട്ടിലോടെ പൊക്കി കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവർ ഔട്ടായി പോകുമല്ലോ. അപ്പോൾ അതിനകത്ത് ഒരാളെ മാറ്റിയിട്ട്, ഒരാളെ ഹൗസിനകത്തോട്ട് കയറിയിട്ട് ഒരാളെ അതിനകത്തോട്ട് വീണ്ടും ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ള സാധനമാണ് അക്ബറിന് കിട്ടിയിരിക്കുന്ന ആ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പവർ യൂസ് ചെയ്യാണ്. അങ്ങനെ അതിനകത്തുനിന്ന് ഷാനവാസിനെ ഹൗസിനുള്ളിലോട്ട് കയറ്റിയും അതേപോലെ തന്നെ മുൻഷി രഞ്ജിത്തിനെ ആ ഹൗസിന് പുറത്തോട്ട്, ഇനി ഉറങ്ങാതെ കാത്തിരിക്കണം മുൻഷി രഞ്ജിത്തിന്, അപ്പം അത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ അഭിലാഷിന് കിട്ടിയിരിക്കുന്നത് ഗോൾഡൻ സംഭവമാണല്ലോ. ഈ ഗോൾഡൻ്റെ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റായിട്ട് നോമിനേഷനിലോട്ട് ഈ ആൾക്കാരെ വിടാമല്ലോ.
അങ്ങനെയുള്ളപ്പം ഷാനവാസും ആര്യൻ കത്തൂരിയാണുള്ളത്. അതിനകത്താണെങ്കിൽ ഷാനവാസിനാണ് അടുത്ത ആഴ്ചയിലോട്ടുള്ള നോമിനേഷനിലോട്ടാണെങ്കിൽ അഭിലാഷ് കൊണ്ട് വിട്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഹൗസിനുള്ളിലെ ബാക്കിയുള്ള അല്ലറ ചില്ലറ പരിപാടിയിലോട്ട് കിടക്കാം. ഏറ്റവും വലിയ വിഷം സത്യം വിഷം എന്തൊരു കളിയാണ് വിഷം. അവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാനേ ഒരു ഡോക്ടർ മാത്രമല്ല ഞാനൊരു ആർട്ടിസ്റ്റും കൂടിയാണ്. ഇത് സെബാസ്റ്റിനെ കുറിച്ചിട്ടാണ് ഉനിയൽ സാബു പറയുന്നത്. ആക്ച്വലി ലൈവിനകത്ത് ഇന്ന് ലൈവ് കണ്ടവർക്കറിയാം ഇവർക്കിടയിലാണെങ്കിൽ ഒരു അടിയും വഴക്കിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, ഇവർ കിച്ചനകത്ത് നിൽക്കുമ്പോൾ എന്തോ ഇച്ചുമുള്ളിയ കേസും പറഞ്ഞാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകുന്നത്. എന്നിട്ട് അതങ്ങ് ഭയങ്കര സീരിയസ് ആക്കി എടുക്കുകയാണ്. ഉനിയൽ സാബു കുറേ ദിവസമായിട്ട് കഴിഞ്ഞ ദിവസം തൊട്ട് ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊണ്ട് എന്തൊക്കെയോ കാണിച്ചു കൂടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നീ ഒരുമാതിരി കുണച്ച വർത്താനം പറയലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കയറിയിട്ട് നമ്മുടെ ബെന്നി സെബാസ്റ്റിന് ഹേർട്ട് ആവുകയും അങ്ങനെ കുറേ വർത്താനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് പറയുന്നത് വിഷമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ വലിയ മുതലാളി ഇവരെ എല്ലാവരും ലിവിംഗ് റൂമിലോട്ട് വിളിച്ചിട്ട് ഈ പറയുന്ന കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ ഡ്രസ്സ്, ചീപ്പ്, സോപ്പ്, കണ്ണാടി തുടങ്ങിയ സാധനങ്ങളെല്ലാം കൂടെ നമ്മുടെ വലിയ മുതലാളി കൊടുത്തത് തിരിച്ചേൽപ്പിക്കാതെ ബാഡ്ജ് ഇല്ലാത്ത ആൾക്കാർ ആരെങ്കിലും കൈ വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചേൽപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് ആൾക്കാർ എണീക്കാൻ പറയുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് സംസാരം ഉണ്ടായിട്ട് തിരിച്ചേൽപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. ആണ് ബെന്നി സെബാസ്റ്റ്യൻ വീണ്ടും ആ ഒരു സാധനങ്ങളൊക്കെ ഇങ്ങനെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവരൊക്കെയാണെങ്കിൽ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ പോലും അവർ 100 ദിവസം ചെയ്യും. പക്ഷേ മേക്കപ്പ് ഇല്ലാതെ ഒരു സെക്കൻഡ് പോലും അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മുടെ വലിയ മുതലാളി ഇങ്ങനെ ഒരു ടാസ്ക് അവർക്ക് കൊടുത്തേക്കുന്നത്. ബിഗ് ബോസ് ഇവന്റെ എല്ലാ സാധനങ്ങളും ബിഗ് ബോസ് വാങ്ങി വെക്കണം. ഇവന്റെ ഇട്ടിരിക്കുന്ന ഡ്രസ് അടക്കം വരെ ബിഗ് ബോസ് വാങ്ങണം. അതാണ് ഷാനവാസ് ഇട്ടിരിക്കുന്ന ജെട്ടി വരെ ഊരി ബിഗ് ബോസ് തിരിച്ചെടുക്കണം എന്നുള്ളതാണ് ഇവിടെ അനീഷ് പറയുന്നത്. അല്ല, ഇതൊക്കെ വാങ്ങിച്ച് ബിഗ് ബോസിന് കൊടുത്തിട്ട് അനീഷിന് എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ ഈ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് തിരിച്ചു കൊടുത്തിട്ട് ഓ പെർമിഷൻ ഉള്ളപ്പോ തൊടാവല്ലോ യു നോട്ടി. കാരണം ഇവൻ ചതിയനാണ്, ഒളിപ്പിച്ചു വെച്ചേക്കാ. ഞരമ്പൊക്കെ കടിച്ചു പൊട്ടിച്ചിട്ടോ പറയുന്നത് ഇവൻ ചതിയനാണ്. എടാ, കുറച്ച് സ്ട്രെസ് റിലീഫ് ആക്കിയിട്ടൊക്കെ ഒന്ന് പറയട്ടോ. ഇതൊക്കെ കേട്ടിരിക്കുമ്പോ എനിക്ക് തന്നെ എന്റെ കൊരവള്ളി പൊട്ടി പോകുന്ന പോലെ എനിക്ക് തോന്നുക. മണ്ടൻ നിന്റെ വീട്ടിലുള്ളവര്. എന്റെ പൊന്നടാവേ, എടാ സ്കൂളിൽ പഠിക്കുമ്പോഴേക്ക് ഈ നഴ്സറി പിള്ളേരൊക്കെ ആണെങ്കിൽ മണ്ട പൊട്ടെന്നൊക്കെ വിളിക്കുമ്പോഴേക്കിന് അതൊക്കെ നിന്റെ വീട്ടിലുള്ള ആൾക്കാർ നോക്കിക്കോ. ഇന്ന് ബിഗ് ബോസ് വിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ അമ്മയോട് അച്ഛനും ഞാൻ പറഞ്ഞു കൊടുക്കുന്നു എന്നെ മണ്ടാന്ന് വിളിച്ചെന്ന്. എന്തുവാടേ ഇത്? ഇത് ഷാനവാസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണോ അല്ലെങ്കിൽ നെവിന്റെ മനസ്സിലിരിപ്പ് നടപ്പാകുമോ എന്നുള്ള പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണോ? നമുക്ക് അങ്ങനെയും ചിന്തിക്കാമല്ലോ. ഇവരെല്ലാവരും കുറച്ചും കൂടെ മെച്യൂരിറ്റി കാണിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. അല്ല, ഇത് ആരെയും പറയണേ മെച്യൂരിറ്റിയുടെ കാര്യമൊക്കെ? ഓരോ ആൾക്കാരെ പോയിട്ട് ചൊറിഞ്ഞിട്ട് ഇച്ചുപുള്ളി കാര്യങ്ങളൊക്കെ കാണിക്കുന്ന അനീഷേ, നിങ്ങൾ തന്നെ ഇത് പറയണം. അല്ല, നിങ്ങളെ പറ്റിയിട്ട് തന്നെയാണ് ഈ പറയുന്നത് അട്ടർ ഫെയിലിയർ എന്നുള്ളത്. ഞാൻ നല്ല ആക്ടറാണെന്ന് അഭിനയിക്കുമായിരുന്നോ ഷാനവാസിക്ക? അത് അഭിനയമായിരുന്നോ? ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറച്ച് ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ 4 പേരൂടെ ചേർന്നിട്ട് ഷാനവാസ് ഉൾപ്പെടെയാണല്ലോ ഈ പുറത്ത് പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഷാനവാസ് ഉറങ്ങാൻ വേണ്ടിയിട്ട് അവരെല്ലാം കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ നിന്ന ബാക്കി 3 പേര്. പക്ഷേ ഷാനവാസ് സത്യത്തിൽ ഉറങ്ങുകയായിരുന്നില്ല, ഉറക്കം നടിക്കുകയായിരുന്നു, അഭിനയിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഈ കൂടെ നിന്ന ആൾക്കാരെയൊക്കെ വിശ്വാസമില്ലാത്തതിൻ്റെ പേരിൽ പറ്റിക്കുകയായിരുന്നില്ലേ എന്നുള്ള പേരിൽ ബിൻസിക്കൊക്കെ, നമ്മുടെ കൂട്ടുകാരിക്ക് ആർജെ ബിൻസിക്കൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയുള്ള ചർച്ചയാണ് കേട്ടോ ഇപ്പം ഈ നടക്കുന്നത്. അതെ, ബിൻസി വെറും ബിൻസി ഇല്ല, ആർജെ ബിൻസി. ഉറക്കത്തിൽ പോലും ആർജെ ബിൻസി എന്ന് പറയുന്ന നമ്മുടെ കൂട്ടുകാരിയാണ് ആർജെ ബിൻസി. എന്തായാലും എടി പോടിന്ന് അങ്ങനൊന്നും ഒരാളെ വിളിക്കാൻ പാടില്ല കേട്ടോ, അതൊന്നും അത്ര ശരിയല്ല കേട്ടോ. പക്ഷെ ഇതിന് പ്രതികാരം ഇങ്ങനെ തീർക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. അതാ, തനിക്കത് വിളിക്കണ്ട, വീട്ടിൽ പോയി വിളിച്ചാ മതി. പകരത്തിന് പകരം നീ പക പോക്കുകയാണ് അല്ലേടാ. പിന്നെ അല്ല, ബിൻസി ഓൺ ഫയർഡാ. ഇത്രയും ദിവസമായിട്ട് ഇപ്പോഴെങ്കിലും എൻ്റെ പൊന്നു ബിൻസി, എൻ്റെ പൊന്നു കൂട്ടുകാരി, ഇപ്പോഴെങ്കിലും നീ ഒന്ന് വാ തുറന്നല്ലോ. ഇല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും നീ അവിടെ ബാക്കിയുള്ള ആൾക്കാരുടെ തൊട്ട് വാഴയായി പോയി എന്നുള്ളത്. എന്തായാലും കൊള്ളാം. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വലിയ മുതലാളി ഇവർക്ക് അടുത്തൊരു ടാസ്ക് കൊടുക്കുകയാണ്. ഈ വീക്ക്ലി ടാസ്കിൻ്റെ അവസാനത്തെ ഭാഗമാണ്. അപ്പം അതിനകത്ത് ഈ വെള്ളക്കല്ലും കറുത്ത കല്ലും ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞിട്ട് അവിടെ മുറ്റത്ത് അവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ ഇവർ പോയി പിറക്കി എടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇത് കണ്ടപ്പോൾ മറ്റേ ഓണപ്പരിപാടിക്ക് നാട്ടിൻപുറത്താണെങ്കിൽ ഈ മുട്ടായി പറക്കൽ മത്സരം നടക്കുമല്ലോ, എനിക്ക് ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. മേ ബി അത് തന്നെ ആയിരിക്കാം രണ ഫാത്തിമയ്ക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക. നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. ആരും കൊതിച്ചു പോകും ഒരു മുട്ടായി കവർ കണ്ട.
എൻ്റെ പൊന്നു കൊച്ചെ, അത് മുട്ടായി കവറല്ല, അത് അതിനകത്ത് കല്ലാണ് കടിച്ചു പറിച്ചിട്ട് എടുക്കുന്നത്. അങ്ങനെ ഈ ഒരു ടാസ്കിൽ ജയിച്ചത് അക്ബറാണ്. അടുത്ത പണിപ്പുര ടാസ്കിൽ പോകാൻ പറ്റുന്നതും ഇതേ അക്ബറിന് തന്നെയായിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആർജ ബിൻസിയുടെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, അതുകൂടെ നമുക്ക് കാണാം. ഏറ്റവും എനിക്ക് ബുദ്ധിമുട്ട് ഇവളുമാർ രണ്ട് പിള്ളേര്, ഇവര് രണ്ടുപേരും ഉറങ്ങാണെന്ന് ഒരു കുഞ്ഞുമാവനെ നോക്കുന്ന പോലെ നോക്കിയത്. കുഞ്ഞുമാവനെ പോലെയോ? ഇത്രയും ഭീമാകാരനായിട്ടുള്ള ആ ഗഡൌൽ ഗജിനെ നിങ്ങൾ വെറും കുഞ്ഞുമാവനെ പോലെയാണ് നോക്കിയത്. ആ ഷാനവാസിനെ, ഒരു കുട്ടിയോട്, ഒരു കുഞ്ഞിന് കൊടുക്കേണ്ടുന്ന ലാളിത്യവും സ്നേഹവും ഓമനത്വവും ഒക്കെ അവർ കൊടുത്തിട്ടും തിരിച്ച് ഷാനവാസ് ഇവരെ പറ്റിക്കായിരുന്നു സുഹൃത്തുക്കളെ. എന്നാലും കുഞ്ഞുമാവനെ പോലെ നമ്മൾക്കുള്ളിൽ ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ, അത് പണയപ്പെടുത്തിക്കൊണ്ട് ഏതറ്റം വരെയും പോകും. ഇത് പണയപ്പെടുത്താണ്ട് ഇവളും ജിസയിലും നല്ല വന്നിട്ടുണ്ട്. പിന്നല്ല, ഇവിടെ നമ്മുടെ അക്ബർ ഖാൻ ഇരുന്നിട്ട് മുടിഞ്ഞ ഉപദേശമാണ്. നമ്മുടെ വ്യക്തിത്വം, സെൽഫ് റെസ്പെക്റ്റ്, മാങ്ങാ തേങ്ങ ചക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഉപദേശമാണ്. അക്ബർ ഖാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അതുവരെ അക്ബർ ഖാൻ പോകുന്നിടം വരെ ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബിൻസിയാണ്. പോയി കഴിഞ്ഞിട്ട് പറയുന്നതായിരുന്നു കേട്ടോ. ഇപ്പൊ എന്നിട്ട് പോയി വലുതായിട്ടൊന്നും വിശ്വസിക്കണ്ട കേട്ടോ. എനിക്ക് ആരെയും വിശ്വാസം ഇല്ലടി ഇവിടെ. പിന്നല്ല, എനിക്കാരും വിശ്വാസമില്ല. അടുത്തിരിക്കുന്ന നിന്നെ പോലെ വിശ്വാസമില്ല. എങ്ങനെ വിശ്വസിക്കും? ഇത്ര നേരം അവൻ വന്നിരുന്ന് ഉപദേശിച്ചപ്പോൾ ശരിയാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇതൊന്നും വിശ്വസിക്കല്ലേ കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരി കറക്റ്റ് കാര്യം പറഞ്ഞേക്കുന്നത്. എനിക്കിവിടെ ആരെയും വിശ്വാസം ഇല്ലടി കേട്ടോ എന്ന്. അപ്പോൾ നമ്മുടെ ചക്കരയാണെങ്കിൽ ഒരു മല്ലു ഗായിനെ ഡേറ്റ് ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത്. ഹൗസിനുള്ളിൽ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പുറത്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം ഈ സിറ്റുവേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവാൻ ഞാൻ സമ്മതിക്കും. ഓ മൈ ഗോഡ്, അപ്പോൾ ഇവർ തമ്മിൽ സിറ്റുവേഷൻഷിപ്പാണ്. അപ്പം ഇത് ബ്രേക്ക് ചെയ്ത് പോകാനെ കൊണ്ട് എന്തായാലും നമ്മുടെ നെവിൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് പറയുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ ഉടനെ തന്നെ നമുക്കൊരു ലവ് ട്രാക്ക് കാണാൻ പറ്റുന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അതൊക്കെ മുളയിൽ നുള്ളിക്കളയാണ് നമ്മുടെ ചക്കര. ഒരു നല്ല ചെക്കനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മോഡൽ ഫ്രം ബോംബെ, ഹി വിൽ ഡേറ്റ് യു. ഹീ വിൽ ഡേറ്റ് യു, നോട്ട് ദ പോയിന്റ് ഹീ. വേറൊരാണിനെ സെറ്റാക്കി തരാം എന്നുള്ളതാണ് ഇവിടെ ചക്കര പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മഴവില്ലഴകിൽ നിറച്ചു നിൽക്കുകയാണ് നമ്മുടെ വലിയ മുതലാളി ഹൗസ്. ഓ, ഇവിടെ രണ്ടും പോകും, ഡബിൾ എഞ്ചിനാ. എന്റെ ഫ്രണ്ട് എന്നെ പോലെ തന്നെ സിംഗിൾ ആയിരിക്കണം. ഇപ്പൊ ഞാൻ സിംഗിൾ ആണ്. അത് നെവിന്റെ റൂളാണ്. നിങ്ങൾ ഇനി എന്റെ അടുത്ത് മിണ്ടാൻ നിൽക്കണ്ട, കാര്യം തീർന്നില്ലേ? അപ്പോഴേക്കും പിറങ്ങി. നേരത്തെ ക്യാമറയോട് പിറങ്ങി, ഇപ്പൊ നാണ് ചക്കരോടും പിറങ്ങി. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ലൈവിൽ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം ഇവർ രണ്ടും കയ്യും ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രേമിക്കുമ്പോൾ തുമ്മൂർ മേമ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് ഭയങ്കര പ്രേമവും കാര്യങ്ങളൊക്കെ എഴുതി കേട്ടോ ഇതിനകത്ത് ഭയങ്കരമായിട്ട്. പണ്ടത്തെ നമ്മുടെ കഴിഞ്ഞ സീസണിലെ ജാസ്മിൻ ഗബ്രിയൊക്കെ പോലെ. പറ്റില്ലെന്ന് പറഞ്ഞ പറ്റില്ല. ഇത് ഞാൻ വേറെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. നടക്കില്ല എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ ഒഴിച്ച് ഞാൻ കത്തിക്കും. ഞാൻ ഈ സംഭവം നടക്കില്ല. ഏട്ടായി ടോക്സിക് ആയി കേട്ടോ. ഇനിയിപ്പോ ബിഗ് ബോസ് ഹൗസ് മൊത്തം മണ്ണെണ്ണ ഒഴിച്ച് വരെ കത്തിക്കും. വേറെ ആരെയും അങ്ങനെ പ്രേമിക്കാൻ പോയി കഴിഞ്ഞാല് വയലൻസിനെതിരെയൊക്കെ നമ്മൾ കേസ് കൊടുക്കണം കേട്ടോ. अच्छा बहुत अच्छा चक्रा आओ आओ जल्दी आओ रंग बिरंगे कागज लाओ छोटे से एक नाव बनाए उसको पानी पर तैरावे മലയാളത്തിൽ ബോൾത്തടോ ഹിന്ദിക്കാർക്ക് തോടാ മുഷ്കിൽ होगा. മലയാളം പോയല്ലേ, മലയാളം പോരെ. പിന്നല്ല, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക വലിയ മുതലാളി. ഇത് അറിയാൻ മേലാത്ത ഭാഷയും പറഞ്ഞു കയറ്റിയിട്ട് अब मैं आगे से बिल्कुल नहीं, वो तो मैंने कहा तू ऑब्वियसली नहीं बोलेगा ना, अब आगे से तेरा काम खत्म ही हो गया ना मुझसे. പെണ്ണുമ്പളെ ഞാൻ മര്യാദയ്ക്കാണ് പറഞ്ഞത് മലയാളത്തിൽ പറയാനെ കൊണ്ട്. ഇവിടെ നിങ്ങൾ മറ്റേ ഹിന്ദി ബിഗ് ബോസിൽ പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കുറച്ച് മലയാളി ഓഡിയൻസ് നമുക്ക് ഹിന്ദിക്കാരുടെ അടുത്ത് കുറച്ച് മുഷ്കിലാണ്, തോടാ മുഷ്കിലാണ്, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ബിഗ് ബോസ് നമ്മുടെ വലിയ മുതലാളി ഈ പുറത്തെ ടാസ്ക് ഈ ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിരിക്കുന്ന സാധനങ്ങൾ ഭയങ്കര കർക്കശമാക്കിയത് കൊണ്ട് എല്ലാ ആൾക്കാരും ഇപ്പം ബെഡിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ പുറത്ത് വന്ന് കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ പുറത്ത് വന്നിട്ട് എല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇവരെ എങ്ങനെയും ഔട്ടാക്കണമല്ലോ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അനിമോള് വന്നിട്ട് നമ്മുടെ ശൈത്യയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് കിടക്കുന്നത്, കാര്യം കഴിഞ്ഞ ദിവസം പോലും ഉറക്കം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ തറയിലോട്ട് കിടന്നു കഴിഞ്ഞാൽ ഇച്ചിരി സേഫ് ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നീ തറയിലോട്ട് കിടക്കൂ. എന്നിട്ട് ജിസലിനോട് വന്ന് മണ്ടയ്ക്ക് കിടക്കാൻ പറയുന്നുണ്ട് നമ്മുടെ ചക്കരയുടെ അടുത്ത്. അത് നമുക്കൊന്ന് കാണാം. ജിസേൽ കിടക്ക്, കട്ടില്ലേ കട്ടിൽ കയറി കിടക്ക്. എനിക്കറിയാം നിങ്ങളെ തീരുമാനിക്കേണ്ടതാണ്, ഞാനല്ല. ചത്താലും കിടക്കൂലടി പട്ടികളി. എനിക്കിവിടെ ഒരാളെ വിശ്വാസമില്ല. എൻ്റെ മേക്കപ്പ് സെറ്റ് അടിച്ചുകൊണ്ട് പോയില്ലേ, ഇനി ഞാൻ ആരോട് കൂട്ടില്ല, എല്ലാവരോടും ഞാൻ കൂട്ടുകെട്ടി. പിന്നെ അല്ല, ജിസലിൻ്റെ മേക്കപ്പ് സെറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് തലയിരിക്കുന്ന ബാൻഡ് വരെ കൊണ്ടുപോയി പേങ്കടിക്കരിക്കാൻ എടുത്ത് വെച്ചേക്കുന്ന സാധനമായിരുന്നു. അതും മലയാളത്തിലെ പെന്നല്ലേ, ഹിന്ദിയിലെ പെൻ. ഹിന്ദിയിലാണ് അതൊന്ന് കടിക്കുന്നത്. എന്നിട്ട് അനിമോളെ എന്നാ പരിപാടി, നിങ്ങൾ ആര് പറഞ്ഞാലും നമ്മുടെ ജിസൽ കേൾക്കൂല. ഞാൻ ഉറങ്ങി വീഴുവരെന്നെ കൊണ്ടു.
അതെങ്ങനെയാ? ശൈത്യ കട്ടിൽ കണ്ടാൽ പിന്നെ ശവമാന്നേ. അപ്പം ആൾക്കാർ കൊണ്ടുപോകുന്നതിലൊന്നും പറയാൻ പറ്റില്ല. കാര്യം ഇന്ന് രാവിലെ ആണെങ്കിലും ശൈത്യനെ എടുത്തുകൊണ്ട് പോയി. അപ്പം ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു സുഹൃത്തുക്കളെ? തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.